ആർഭാടങ്ങൾ വളരെ ചുരുക്കിയായിരുന്നു യുധിഷ്ഠിരന്റെ അഭിഷേകം നടന്നത്. ആചാരപ്രകാരമുള്ള ദാനങ്ങളെല്ലാം പേരിന് മാത്രം നടത്തി. ഹസ്തിനാപുരത്തെ ധനധാന്യ ശേഖരങ്ങളെല്ലാം യുദ്ധം കൊണ്ട് ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. വിതുരരും ബ്രാഹ്മണ പുരോഹിതരും പരിവാരജനങ്ങളും ചേർന്നുള്ള രാജാവിന്റെ നഗരപ്രദക്ഷിണത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ചെറിയ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. സേനാപതിക്ക് സ്വർണം, പ്രധാന രാജ്യപുരോഹിതന് പുറം വെളുത്ത കാള, രാജ്ഞിക്ക് കറവുള്ള പശു, കൊട്ടാരത്തിലെ പ്രധാന ചരിത്രകാരൻ സൂതന് കുതിര, കൊട്ടാര വളപ്പിന്റെ മേൽനോട്ടക്കാരനും സവിജന്മാർക്കും കാളകൾ, രാജാവിന്റെ സാരഥിക്ക് ഇരട്ടക്കാള, ചതുരംഗക്കാരന് ദന്തനിർമ്മിതമായ കളവും കുരുവും, നായാട്ടുമുഖ്യന് വളഞ്ഞ കത്തി, പ്രധാന സന്ദേശവാഹകന് അമ്പും വില്ലും ചുവന്ന തലപ്പാവും എല്ലാം ശാസ്ത്രമനുസരിച്ച് ദാനം ചെയ്തു. രാജാവ് തനിക്ക് തന്നെ ഒരു വെള്ളക്കാളയെ കൂടി ദാനം ചെയ്തതോടെ ഈ ചടങ്ങുകൾ അവസാനിക്കുന്നു. അത് നോക്കി നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ക്ഷത്രിയന് പഠിക്കുവാനുള്ള പാഠങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. മണ്ഡപത്തിൽ വെച്ച് ഞങ്ങൾ 4 പേർക്കും യുധിഷ്ഠിരൻ പുരോഹിതന്മാർ മന്ത്രശക്തി വരുത്തിയ വിരംഗഖണ്ഡങ്ങൾ തന്നു. പിന്നെ അഭിഷേകം ആദ്യ കുടുംബത്തിലെ മുതിർന്നവർക്കാണ്. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും, പിന്നീട് അമ്മയും വിതുരരും. ഋഷിബ്രാഹ്മണരുടെ അഭിഷേകം കഴിഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാർ, പിന്നെ ബന്ധുക്കൾ, സേനാപതികൾ, സുഹൃത്തുക്കൾ. രാജാവിൻ്റെ തൊട്ടടുത്തുള്ള പീഠത്തിൽ എന്നെയും ഇരുത്തി. അത് രണ്ടാമനുള്ള സ്ഥാനമാണ്, യുവരാജാവിൻ്റേത്. ഒരു പുരോഹിതനും യുധിഷ്ഠിരനും മാത്രമേ എൻ്റെ ശിരസിൽ അഭിഷേകം നടത്തേണ്ടതുള്ളൂ. അപ്പുറത്ത് ദ്രൗപദി രാജപത്നിയുടെ സ്ഥാനത്തിരുന്നു. കളഭക്കൂട്ടുകളുടെ സുഗന്ധവും പട്ടുടയാളിയുടെ തിളക്കവും ഞാൻ ശ്രദ്ധിച്ചു. അവൾ സംതൃപ്തയാണ്. മരിച്ച മക്കളുടെ ഓർമ്മകൾ ഇപ്പോൾ ദ്രൗപദിയെ അസ്വസ്ഥയാക്കുന്നില്ല. കൃഷ്ണനും സാത്വികയും മാത്രമുണ്ട് അഭിഷേകം കാണാനെത്തിയ അതിഥികളിൽ മുഖ്യരെന്ന് പറയുവാൻ. സേനേശനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടോ അദ്ദേഹം വന്നില്ല. സൗജൻ വംശം സമ്മാനങ്ങൾ അയച്ചു. രാജാങ്കണത്തിൽ നഗരപ്രമുഖരും അവർക്ക് പിന്നിലായി ദാസീദാസന്മാരും അഭിഷേകം കാണുവാൻ നിന്നു. അഭിഷേകം കഴിഞ്ഞ ഉടനെ രാജാവിൻ്റെ വിളംബരങ്ങളാണ്. മൃഗങ്ങളുടെ ഭാരം കുറയ്ക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. തടവിൽ കിടക്കുന്നവരെ വിട്ടയക്കുവാനും മരണദണ്ഡനയുള്ളവർക്ക് ഇളവുകൾ ചെയ്യുവാനും ആചാരമനുസരിച്ച് അദ്ദേഹം പറഞ്ഞില്ല. ദുര്യോധനൻ കാരാഗ്രഹങ്ങളിലെ ആളുകളെ കൂടി അവസാന ദിവസം ആയുധം കൊടുത്ത് കുരുക്ഷേത്രത്തിലേക്ക് അയച്ചിരുന്നു. ഞങ്ങൾ യുദ്ധം മറന്നു തുടങ്ങി. അവശേഷിച്ച ശത്രുവിനെ പറ്റിയും ഞാൻ അധികം ചിന്തിക്കാറേയായി. യുധിഷ്ഠിരന്റെ വാഴ്ച തുടങ്ങിയപ്പോൾ ധൃതരാഷ്ട്രൻ ഇരിപ്പ് ദ്യൂതസഭയിലേക്ക് മാറി. ഒഴിഞ്ഞ കലവറകൾ നിറയ്ക്കുവാനുള്ള വഴികൾ ആലോചിക്കുവാൻ യുധിഷ്ഠിരൻ വിളിച്ച് ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ സഹദേവൻ രാജ്യത്തിന്റെ സ്ഥിതി വിവരിച്ചു. മഴ പെയ്യാതെ വരണ്ട പാടങ്ങൾ, വാണിഭം കുറഞ്ഞ കമ്പോളം, ഒഴിഞ്ഞ ഗോശാലകൾ, ചുങ്കം കൂട്ടാനും കലവറ നിറയ്ക്കുവാനും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി സഹദേവൻ പല നിർദ്ദേശങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ കുറച്ചിടെ മിണ്ടാതിരുന്നു. വല്യച്ഛനും ഗാന്ധാരി വല്യമ്മയ്ക്കും മരിച്ചവരുടെ സദ്യതിക്കായി ദാനധർമ്മങ്ങളും ക്രിയകളും നടത്താൻ ആഗ്രഹമുണ്ട്. അതിന് വഴി കാണുന്നു. വലിയച്ഛൻ പറഞ്ഞതനുസരിച്ച് 1000 ബ്രാഹ്മണർക്ക് പശുക്കൾ, ധനം, ഹോമച്ചെലവുകൾ വേറെ. സഹദേവൻ കണക്ക് കൂട്ടി. പ്രതിഷേധം എല്ലാവരുടെ മനസ്സിലും തോന്നി. ഞാൻ മാത്രം തുറന്നു പറഞ്ഞു. യുദ്ധം കഴിഞ്ഞ ഹസ്തിനപുരം ഇപ്പോൾ ദരിദ്രമാണ്. അതറിയില്ലേ വല്യച്ഛന്? അതും കഴിഞ്ഞ് വനത്തിൽ പോയി തപം ചെയ്യുവാനാണ് വല്യച്ഛൻ ആഗ്രഹിക്കുന്നത്രേ. ഇവിടെ ഇരുന്നാൽ ശാന്തി കിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് ആരൊക്കെയോ പരിഹസിക്കുന്നുണ്ടത്രേ. എല്ലാവരും എന്നെ നോക്കി. ഞാൻ വിശദീകരിക്കാനൊന്നും ഭാവിച്ചില്ല. ഞങ്ങൾ തമ്മിൽ ഒരിക്കലേ കുറച്ച് വാക്കുകൾ കൈമാറിയിട്ടുള്ളൂ. ഉണ്ണി, യുദ്ധത്തിൽ കൊല്ലുന്നത് പതിവാണ്. ആരെങ്കിലും ചോര കുടിക്കാറുണ്ടോ എന്ന് അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ചു. കേട്ടത് വിശ്വസിക്കാനാവുന്നില്ല. വല്യമ്മയും അപ്പോൾ അടുത്തുണ്ടായിരുന്നു. ചുണ്ട് നനഞ്ഞപ്പോൾ ദുശാസനന്റെ ചോരയുടെ രുചി ഇഷ്ടമായില്ല. അതുകൊണ്ട് കുടിച്ചില്ല വല്യച്ഛ. വിനയത്തോടെ ഞാൻ ഉത്തരവും കൊടുത്തു. അത്രയേ നടന്നിട്ടുള്ളൂ. സത്യമാണ് പറഞ്ഞത്. ചുണ്ട് നനഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം കൊട്ടാരത്തിലിരിക്കുന്ന കാലത്തോളം യുദ്ധത്തിൻ്റെ കെടുതികൾ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വൃദ്ധജനങ്ങളുടെ അവസാനത്തെ അപേക്ഷ സ്വീകരിക്കുവാൻ തന്നെ ഞാനും അനുജനും കുരിച്ചു. ദാനങ്ങളും പൂജകളും കഴിഞ്ഞ് വൃദ്ധ ദമ്പതികൾ വനയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ വിതുരരും അവരെ അനുഗമിക്കുവാൻ നിശ്ചയിച്ച വിവരമറിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടില്ല. അദ്ദേഹം മുമ്പേ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ചതാണ്. അഭിഷേകത്തിൻ്റെ മേൽനോട്ടം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരത്തിലൊന്നും ചെയ്യാനുമില്ല. ധൃതരാഷ്ട്രന്റെ അനുയാത്ര ആഘോഷമായി തന്നെ നടത്തുവാൻ ഞങ്ങൾ നിശ്ചയിച്ചു. പഴയ ഭൃത്യന്മാരും കുറെ വൃദ്ധ ബ്രാഹ്മണരും കൊട്ടാരവാതിക്കൽ രാജാവിൻ്റെ യാത്ര കാണുവാൻ നിന്നു. അങ്കണത്തിൽ തേരുകൾ ഒരുങ്ങിയപ്പോൾ യുധിഷ്ഠിരൻ പരിഭ്രാന്തനായി വന്നു പറഞ്ഞു. അവരുടെ കൂടെ അമ്മയും കാട്ടിൽ പോകുന്നു. ഇതെന്ത് കഥ? സഹദേവൻ ഉടനെ അമ്മയുടെ അടുത്തേക്ക് ഓടി. തിരിച്ചു വന്ന അയാൾ പറഞ്ഞു, ഞാൻ പലതും പറഞ്ഞു നോക്കി. ഉറച്ച തീരുമാനത്തിലാണ് അമ്മ.
രാജമാതാവായിരിക്കേണ്ട സമയത്ത് വനവാസം. അവരാണിനി അമ്മയും അച്ഛനും. അവരെ ശുശ്രൂഷിച്ച് കാട്ടിൽ കഴിയാൻ നിശ്ചയിച്ചു അത്രേ. ഇടയ്ക്കിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും അമ്മയുടെ പ്രിയപ്പെട്ട വിനോദം. അർജുനൻ ക്രൂരമായി മന്ദഹസിച്ചു. അപേക്ഷിക്കാനോ നിർബന്ധിക്കുവാനോ അയാൾ ഒരുക്കമില്ല. സഹദേവന് ശേഷം നകുലിനും അമ്മയെ നിർബന്ധിച്ചു നോക്കി. ഫലമുണ്ടായില്ല. അവസാനമാണ് ഞാൻ എത്തിയത്. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് കൊട്ടാരത്തിലിരിക്കേണ്ട സമയത്താണല്ലോ അമ്മയ്ക്കിത് തോന്നുന്നതെന്ന് ഞാൻ പരിതപിച്ചു. ഞങ്ങൾ തളർന്ന് തീരുമാനമെടുക്കാതെ നിന്നപ്പോൾ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് അമ്മയല്ലേ? വനവാസം മതിയായിരുന്നെങ്കിൽ അന്നേ ഞങ്ങളെ കൂടി കാട്ടിൽ കഴിയാമായിരുന്നല്ലോ. എന്തിനു പിന്നെ ഞങ്ങൾ യുദ്ധം ചെയ്തു? ചോരപ്പുഴ ഒഴുക്കി, വിധവകളുടെ എണ്ണം കൂട്ടി. നിങ്ങൾക്ക് തേജസ് ഉണ്ടാവണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. സ്വധർമ്മത്തിൽ മരിച്ചാൽ ശ്രേയസ് ഉണ്ടാവും. ഇനി ഭരണം നിങ്ങളുടെ ധർമ്മം. ഈ വൃദ്ധജനങ്ങളെ പരിചരിക്കലാണ് ഇപ്പോൾ എൻ്റെ ധർമ്മം. ആരും ദുഃഖിക്കേണ്ടതില്ല. പിന്നെ അമ്മയോട് വാദിച്ചിട്ട് കാര്യമില്ല. ധൃതരാഷ്ട്രരെ വിതുരർ കൈപിടിച്ച് തേരിലേക്ക് കയറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെ വിതുരരിരുന്നു. രണ്ടാമത്തെ തേരിൽ വല്യമ്മയോടൊപ്പം അമ്മയും കയറി. മുമ്പിലും പിമ്പിലുമായി ഞങ്ങൾ അവരോടൊപ്പം സഞ്ചരിച്ചു. വനമധ്യത്തിൽ തേരുകൾ നിർത്തി എല്ലാവരും ഇറങ്ങിയപ്പോൾ അമ്മ ഞങ്ങളുടെ സമീപത്തേക്ക് വന്നു. സ്വധർമ്മം പാലിക്കുക, നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ. അമ്മ അതുമാത്രം പറഞ്ഞ് ഗാന്ധാരിയുടെയും വല്യച്ഛൻ്റെയും ഒപ്പം എത്തുവാൻ നടന്നു. വിശ്വസിക്കാനാവാത്ത ഒരു മനോഭ്രമം പോലെ തോന്നി അമ്മയുടെ വനയാത്ര. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഞങ്ങളെല്ലാം യുദ്ധം കഴിഞ്ഞ രാത്രിയേക്കാൾ നിശബ്ദരായിരുന്നു. യുധിഷ്ഠിരനാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നൊരു സന്യാസി വന്നു. ആകാംക്ഷയോടെ ഞങ്ങൾ വനത്തിൽ കഴിയുന്നവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചു. അവർക്ക് സുഖമാണ്. മുനിമാരുടെ ആതിഥ്യം, ധർമ്മവും ഉപദേശങ്ങളും സ്വീകരിച്ച് അവർ ശാന്തരായിരിക്കുന്നു. വിതുരർ ഭക്ഷണം വെടിഞ്ഞ് തപം ചെയ്ത് യോഗനിദ്രയിൽ ജീവത്യാഗം ചെയ്യുവാൻ പോവുകയാണ്. എല്ലാ ധർമാത്മാക്കളും സ്വീകരിക്കാറുള്ള അന്ത്യം. യുധിഷ്ഠിരൻ ആലോചിച്ചു, അമ്മയും മറ്റും എങ്ങനെ കഴിയുന്നുവെന്ന് നേരിട്ട് പോയി അന്വേഷിച്ചാലോ? അമ്മയോട് തിരിച്ചു വരുവാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കാമെന്ന് തോന്നുന്നുണ്ട് സഹദേവന്. യുധിഷ്ഠിരൻ വിഷാദത്തോടെ പറഞ്ഞു. കുറ്റപ്പെടുത്തി ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും മാപ്പ് പറയാൻ ഒരുക്കമാണ്. അമ്മ തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഞാനും ജ്യേഷ്ഠനെ അനുഗമിച്ചു. ശതയൂപ ആശ്രമത്തിലായിരുന്നു അമ്മയും മറ്റുമെന്ന് വഴികാട്ടി പറഞ്ഞു. മധ്യാഹ്നത്തിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. മഹർഷിമാരുടെ കൂട്ടത്തിൽ പിതാമഹൻ കൃഷ്ണദ്വൈപായനുമുണ്ട്. അദ്ദേഹം ഒരു വേദപാഠം വിശദീകരിക്കുകയായിരുന്നു. വീണ്ടും ക്ഷേമൻ അന്വേഷിക്കാനെത്തിയ ഞങ്ങളുടെ ധൃതരാഷ്ട്ര സന്തോഷവും കൃതജ്ഞതയും അറിയിച്ചു. അമ്മ ഗാന്ധാരിയുടെ സമീപത്തിരുന്ന് ഞങ്ങളെയും നോക്കി മന്ദഹസിച്ചു. ഒന്നും സംസാരിച്ചില്ല. യുധിഷ്ഠിരൻ അന്വേഷിച്ചു, ഇളയച്ചൻ വിതുരരെവിടെ? മേലാകെ ചാരം പൂശി അദ്ദേഹം വികൃത വേഷത്തിൽ കാട്ടിൽ ധ്യാനത്തിൽ അലയുകയാണെന്ന് ഋഷിമാർ പറഞ്ഞു. അദ്ദേഹത്തെയും കണ്ട് വന്ദിച്ചു പോകാമെന്ന് നിശ്ചയിച്ച യുധിഷ്ഠിരൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ഞാൻ മുമ്പിൽ നടന്നു. വഴിക്ക് കണ്ട ഒരു ഋഷികുമാരൻ പറഞ്ഞു, 2 ദിവസം മുമ്പ് കണ്ടിരുന്നു ആ അശ്വത്തിൻ്റെ ചുവട്ടിൽ. ദൂരെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ശിഖരം അയാൾ ചൂണ്ടിക്കാണിച്ചു. അശ്വത്തിൻ്റെ ചുവട്ടിൽ അപ്പോഴും വിതുരർ കിടക്കുന്നുണ്ട്. ഭസ്മം പൂശിയ ശരീരവും വെറും അസ്ഥികൂടം പോലെ ശോഷിച്ചിരുന്നു. നിശ്ചലനായി കിടക്കുന്ന അദ്ദേഹം ഇലകൾ ചവിട്ടുന്ന ശബ്ദം കേട്ട് പതുക്കെ കണ്ണു തുറന്നു. ഞങ്ങളെ കണ്ടു. അദ്ദേഹം യുധിഷ്ഠിരനെ നോക്കി ക്ഷീണത്തോടെ മന്ദഹസിച്ചു. മരണം അടുത്തെത്തിയ അവസ്ഥയിലാണ് വിതുരരെന്ന് വ്യക്തമായി. വിതുരർ എന്തോ പറയുവാൻ ശ്രമിച്ചു. വാക്കുകൾ തെളിഞ്ഞില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, സമയമായെന്ന് തോന്നുന്നു. ഉണ്ണി, കുറച്ച് വെള്ളം കൊണ്ടുവരും. ഞാൻ ധൃതിയിലോടി. കുറച്ച് ചുറ്റിത്തിരിഞ്ഞ ശേഷം ഒരു ജലാശയം കണ്ടെത്തി. ഇലക്കൊമ്പിളിൽ വെള്ളവുമായി കഴിയുന്നത്ര വേഗം തിരിച്ചെത്തിയപ്പോൾ യുധിഷ്ഠിരൻ വിതുരരുടെ സമീപത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വെള്ളം അദ്ദേഹം വാങ്ങിയില്ല. അതിനാവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ വിതുരരുടെ ശ്വാസം നിലച്ചിരുന്നു. നിശബ്ദനായി യുധിഷ്ഠിരൻ നടന്നു. ഞാൻ പിന്നിൽ. ആശ്രമ പരിസരം കാണാനെടുത്തെത്തിയപ്പോൾ യുധിഷ്ഠിരൻ നിന്ന് നെടുവേർപ്പെട്ടു. അദ്ദേഹം പരമപദത്തിൽ തന്നെ എത്തിയിരിക്കും. ഒരു സത്യം നിനക്കറിയുമോ ഭീമസേന? നോക്കിയപ്പോൾ യുധിഷ്ഠിരന്റെ വലിഞ്ഞു മുറുങ്ങിയ മുഖത്തെ സംഘർഷം ഞാൻ കണ്ടു. ജ്യേഷ്ഠൻ പറഞ്ഞു, അദ്ദേഹമായിരുന്നു എൻ്റെ ശരിയായ പിതാവ്. അമ്മയുടെ മറ്റൊരു ജീവിതരഹസ്യം കേട്ട് ഞാൻ മൂർച്ഛിച്ചു നിന്നു. എൻ്റെ അമ്പരപ്പ് കണ്ട യുധിഷ്ഠിരൻ പറഞ്ഞു, ഇതിനി അമ്മയെ കുറ്റപ്പെടുത്തുവാനുള്ള കാര്യമില്ല. സന്താനലബ്ധിക്ക് പ്രാതക്ഷേത്രങ്ങളിൽ നിയോഗം നടത്തുന്നതിന് മുമ്പ് ക്ഷത്രിയർക്ക് പതിവായിരുന്നില്ല. ധർമ്മരാജാവിൻ്റെ അംശമായിരുന്നു വിതുരർ. ഞാൻ നിശബ്ദനായി കേട്ടുനിന്നു. ആശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണദ്വൈപായനോട് പറഞ്ഞു, വിതുര മഹാശയൻ യോഗനിദ്രയിൽ ലയിച്ചു. ആചാരമനുസരിച്ച് വിലപിക്കുവാൻ ധൃതരാഷ്ട്രം അപ്പോഴും മറന്നില്ല. ഞാൻ അധൈര്യത്തോടെ ആശങ്കയോടെ അമ്മയെ നോക്കി. ആ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും തന്നെ കണ്ടില്ല. സംസാരക്രിയകളെപ്പറ്റി സംശയം ചോദിക്കുവാൻ യുധിഷ്ഠിരൻ തുനിഞ്ഞപ്പോൾ പിതാമഹൻ പറഞ്ഞു, ആവശ്യമില്ല. വിതുരന് വിഷ്ണുപുതൻ തന്നെ. സംസാരക്രിയകൾ മഹായോഗികൾക്ക് ആവശ്യമില്ല. വിതുരൻ എൻ്റെ പുത്രനായി പിറന്നുവെങ്കിലും ധർമ്മൻ്റെ അംശമായിരുന്നു. ചൈതന്യം മുഴുവൻ നിനക്ക് നൽകിയാണ് അദ്ദേഹം പരലോകം പോകിയത്.
വിലപിക്കുന്ന ധൃതരാഷ്ട്രനെ നോക്കി കൃഷ്ണദ്വൈവായനൻ പറഞ്ഞു, ധർമ്മം തന്നെ വിതുരൻ. ആ വിതുരൻ തന്നെയാണ് ഈ നിൽക്കുന്ന പാണ്ഡവൻ യുധിഷ്ഠിരൻ. ദാസനെ പോലെ യുധിഷ്ഠിരൻ തന്നെ മുമ്പിൽ നിൽക്കി ദുഃഖിക്കാൻ എന്തുണ്ട്? യുധിഷ്ഠിരൻ മടങ്ങിയപ്പോൾ തേര് നിർന്നവരെ ഞാൻ കൂടെ നടന്നു. പിന്നെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ കൃഷ്ണദ്വൈവായനും ഋഷിമാരും വരുന്നത് കണ്ടു. അവരെ കാണാതിരിക്കുവാൻ ഞാൻ വഴി മാറി വെച്ചു. അശ്വത്ഥാമാവിനെ കൊല്ലാതെ വിട്ടയക്കുവാൻ അർജുനനെ നിർബന്ധിച്ചത് അദ്ദേഹമാണ്. തൻ്റെ വംശത്തിൻ്റെ അവസാനത്തെ മൊട്ടുകളെ കൊല ചെയ്തവനോട് ദയ കാട്ടുവാൻ പറഞ്ഞത് എനിക്ക് മഹത്വമായി കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുരുവംശത്തിൻ്റെ നീതിബോധങ്ങൾ എനിക്ക് മനസ്സിലാവുന്നതിലും അപ്പുറത്ത് എവിടെയോ ആണ്. ആശ്രമ പരിസരത്ത് കിടന്ന് കാട്ടിൽ ഞാൻ അലിഞ്ഞു നടന്നു. ധർമ്മൻ തന്നെ വിതുരൻ, വിതുരൻ തന്നെ പാണ്ഡവൻ. പിതാമഹന്റെ വാക്കുകൾ അപ്പോൾ ഞാൻ ആരാണ്? എൻ്റെ കാലടികളിൽ വരേണ്ട കശുലപ്പുല്ലുകൾ ഞെരിഞ്ഞു. കാറ്റിൽ ഇല കൊഴിഞ്ഞ് വൃക്ഷക്കൊമ്പുകൾ വിറച്ചു. കാറ്റിന് എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടോ? ഞാൻ ആരാണ്? വറ്റിത്തീരാറായ ജലാശയത്തിൻ്റെ വക്കിൽ ഞാൻ ഇരുന്നു. പിന്നെ ഇല കൊഴിഞ്ഞ ചില്ലുകൾക്കിടയിലൂടെ ശരത്കാല മേഘങ്ങൾ ഒഴുകുന്ന ആകാശത്തിൽ നോക്കി നടന്നു. ആരുമില്ലെന്ന് കരുതി വെള്ളം കുടിക്കുവാനെത്തിയ ഒരു കൃഷ്ണമൃഗം ചുറ്റി നടന്ന് എൻ്റെ സമീപത്തെത്തി. പിന്നെ കുളം പഠിച്ച് കാട്ടിൽ ഓടിമറിഞ്ഞു. വീണ്ടും നിശബ്ദത ചുറ്റും. കരയിലേക്കുള്ള കാൽച്ചുകൾ കേട്ടു. കയ്യിൽ ഒരു ചമ്മതക്കെട്ടുമായി വന്നു അമ്മ. അസ്വസ്ഥനായ എൻ്റെ മുഖം നോക്കി അമ്മ പറഞ്ഞു, തിരിച്ചു പോകും. ഞാൻ മുന്നിൽ നിന്നു. എന്തുകൊണ്ടോ എൻ്റെ ശബ്ദം കർക്കശമായി. ഞാൻ ആരാണ്? ഇപ്പോഴെങ്കിലും ഒന്നും പറഞ്ഞു തരും. ഇനിയും തെറ്റുകൾ പറയാതിരിക്കാൻ സൂതപുത്രൻ എന്ന സ്വന്തം ജ്യേഷ്ഠനെ അപഹസിക്കേണ്ടി വന്ന ദുഃഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അമ്മ എൻ്റെ മുഖത്ത് തീക്ഷ്ണമായി നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, സൂതപുത്രൻ തന്നെ കർണൻ. കുന്തിഭോജന്റെ സൂതൻ സുന്ദരനായിരുന്നു, വീരനായിരുന്നു. മഹർഷിമാരുടെ ദാസ്യപ്പണിക്കിടയിൽ അല്പം കനിവ് കാട്ടിയത് ആ സൂതൻ മാത്രമായിരുന്നു. അമ്മയുടെ മുഖം ഇരുണ്ടിരുന്നു. നെറ്റിയിൽ വീർപ്പ് പൊടിയും എനിക്ക് കാണാം. ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ ആരാണ്? പിന്നെ ആ മുഖത്ത് തളർച്ചയും ദൈന്യവും ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകളെ നേരിടാനുള്ള കരുത്തും കാത്തുനിന്നു. ജ്ഞാനിയാവാനുള്ള മകനെ കിട്ടുവാൻ ഞാൻ വിതുരനെ സ്വീകരിച്ചു. പത്നിമാർ ബീജം ഏറ്റുവാങ്ങേണ്ടി വരുന്ന വെറും ഗർഭപാത്രങ്ങളാണല്ലോ ക്ഷത്രിയർക്ക്. ജ്ഞാനിക്കായി വിതുരർ. അമ്മ മന്ദഹസിക്കാൻ തുടങ്ങുന്നു എന്നുകൂടി അപ്പോൾ എനിക്ക് തോന്നി. എൻ്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. അതമ്മയ്ക്കറിയാം. പിന്നെ രാജാവിന് വേണ്ടത് ശക്തനെയായിരുന്നു, വായുദേവനെ പോലെ ശക്തൻ, കയ്യൂക്കുള്ളവൻ. ഞാൻ അനുസരണയോടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ വരണ്ട പുൽക്കൊടികളിൽ നോക്കി മുഖം താഴ്ത്തി. അതാരായിരുന്നു? അപ്പോൾ അമ്മ എൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ച പോലെ മുഖമുയർത്തി. അവിടെ രോക്ഷത്തിൻ്റെ ചെന്തിയ നാളങ്ങൾ പടർന്നു കയറുന്നത് ഞാൻ കണ്ടു. അമ്മ പിറുപിറുത്തു. കൊടുങ്കാട്ടിൽ നിന്ന് ദേഹം കയറി വന്നു. ചെങ്ങലയഴിഞ്ഞ ചണ്ടമരാരുതനെ പോലെ പേരറിയാത്ത ഒരു കാട്ടാണ്. അമ്മ തിരിച്ചു നടന്നതും ഇരുട്ട് താഴെ ഇറങ്ങി കാടിൻ്റെ ശൂന്യതയിൽ മേയുവാൻ തുടങ്ങിയതും ഞാൻ അറിഞ്ഞില്ല. ഇരുണ്ട വൃക്ഷത്തലപ്പുകളെ പോലെ വിറപ്പിച്ച ദേവൻ കയ്യൂറി വെട്ട ഒരു കാറ്റു കടന്നു പോകുമ്പോൾ ഞാൻ സന്ദേശത്തിനായി വെമ്പലോടെ ചെവിയോർത്തു. കാറ്റു പൊട്ടി തിരിച്ചു. കാടിൻ്റെ അതിർത്തിയിലെ വെളിച്ചം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ നടന്നു. തോഴരെ, മഹാപ്രസ്ഥാനത്തിനുള്ള സമയമായിരിക്കുന്നു. കാട്ടുതീയിൽപ്പെട്ട് വൃദ്ധജനങ്ങൾ മരിച്ചത് നിങ്ങൾക്കറിവുള്ളതാണല്ലോ. സുഭദ്രയും ഉത്തരയും അഭിമന്യുവിൽ പിറന്ന മകൻ പരീക്ഷത്തും മാത്രമുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മേൽനോട്ടം യുൽസുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കത്തിയ ഗാണ്ഡവും വീണ്ടും വളർന്ന് ഇന്ദ്രപ്രസ്ഥത്തെ മൂടിത്തുടങ്ങി. ഉലൂപിയും ചിത്രാംഗതയും പിതൃഗ്രഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. അവസാനം യാത്ര പറഞ്ഞ ബലന്തരയെ കയറ്റിയ രഥം കാശിയിലേക്ക് പുറപ്പെട്ട ശബ്ദമാണിപ്പോൾ കേട്ടത്. വിശോകനോട് ഞാൻ യാത്ര പറഞ്ഞു കഴിഞ്ഞു. തോഴരെ, നിങ്ങളുടെ പൗത്രനും പിന്നെ അവരുടെ പൗത്രനും കുരുക്ഷേത്രത്തിൻ്റെ ഗാഥകൾ പരീക്ഷത്തിൻ്റെ പിന്മുറക്കാർക്ക് വേണ്ടി അഗ്നികുണ്ഡങ്ങൾക്ക് ചുറ്റുമിരുന്ന് പാടും. അപ്പോൾ അവരുടെ വശ്യവചസ്സുകളിൽ ഞാൻ ആരാവുമെന്ന് എനിക്കറിയില്ല. വലിയ വയറും വലിയ വായുവുമുള്ള ദുര്യോധന മണ്ഡപത്തിലെ പ്രതിമയുടെ രൂപത്തിൽ ശ്രോതാക്കളുടെ മുമ്പിൽ എൻ്റെ ചിത്രം തെളിഞ്ഞ് അവർ ചിലപ്പോൾ ചിരിച്ചേക്കാം. അല്ലെങ്കിൽ 10,000 മതഗജങ്ങളുടെ ശക്തിയോടെ ആകാശത്തെ ശിരസ് ഭൂമിയിൽ പാദങ്ങളുമായി നിൽക്കുന്ന ഘോരരൂപം കണ്ടവർ നടുങ്ങിയേക്കാം. എന്തായാലും അവർ ഗാഥകൾ തുടരട്ടെ. മഹാപ്രസ്ഥാനത്തിനൊരുങ്ങിയ 4 പേരും ഉറങ്ങിക്കഴിഞ്ഞു. ദ്രൗപദിയും. ഭീമസേനന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് സൂതരെ നിങ്ങൾ പറയാറുള്ളത് പോലെ യാത്രാമംഗളം. തോഴരെ, നിങ്ങൾക്കും എനിക്കും. ഭീമൻ മന്ദഹസിച്ചു. പിന്നെ ദ്രൗപദിയുടെ നെറ്റിത്തടം തഴുകി. ദ്രൗപദി ഒരിക്കൽ കൂടി കണ്ണുകൾ തുറന്നടിച്ചു. ശരീരം നിശ്ചലമായി. വിയർപ്പിൽ മുങ്ങിയ ശിരസ് അയാൾ താഴെ വെച്ചു. ഇപ്പോൾ താമരപ്പൂവിൻ്റെ സുഗന്ധമില്ല, മനുഷ്യ വിയർപ്പിൻ്റെ മണം. ഭീമൻ എഴുന്നേറ്റു. മുമ്പേ നടന്നുപോയവർ അകലെ എത്തിക്കഴിഞ്ഞു. മഹാമേരുവിൽ എവിടെയോ വീഴാത്തവരെ സ്വീകരിക്കുവാൻ ദേവരഥം ഒരുങ്ങിക്കഴിഞ്ഞതാണ്. ഗിരിനിരകൾ നോക്കിക്കൊണ്ട് പിന്നെയും ഭീമൻ സംശയിച്ചു. താഴെ മലക്കിടയിൽ കാടിൻ്റെ പച്ചത്തലപ്പുകൾ കണ്ടു. വീണവരുടെ ആത്മാക്കളും വീരസ്വർഗത്തിൽ എത്തിച്ചേരുന്നു. വിഴിപ്പില്ലാത്ത, വിയർപ്പില്ലാത്ത, പൂക്കൾ വാടാത്ത സ്വർഗം, കാമക്രോധാദികൾ ഇല്ലാത്തവർക്കുള്ള സ്വർഗം. ഒഴിഞ്ഞുകിടക്കുകയാണപ്പോൾ 2ാം പീഠം. അവിടെ ഇരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ജിതേന്ദ്രനല്ല. വിജനതയിൽ നിന്ന് വിജയനയിലേക്ക് കിടക്കുമ്പോഴൊക്കെ തൻ്റെ കണ്ണുകൾ തേടുകയായിരുന്നു അജ്ഞതയിൽ നിന്ന് അലഞ്ഞു തിരിയുന്ന ശത്രു, അശ്വത്ഥാമാവിൻ്റെ രൂപം. ഇല്ല, ഞാൻ ജിതേന്ദ്രനായിട്ടില്ല.
വീണ് കിടക്കുന്ന ദ്രൗപദി മധ്യവയസ്സിലും സുന്ദരിയാണെന്ന് തോന്നിയ ഭീമൻ ജിതേന്ദ്രനല്ല. സ്ത്രീയെ പങ്കിടുന്നതിൽ സ്വാർത്ഥിയുടെ രോക്ഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്നും ക്ഷത്രിയനുണ്ടായിരുന്നില്ല. അലറി കാടുകുലക്കിയ കാട്ടാളനായിരുന്നു മനസ്സിൽ. അകലത്തെ കാടുകളുടെ പച്ചപ്പിലേക്ക് നോക്കി നടന്നപ്പോൾ നഷ്ടപ്പെട്ട ശക്തി ഒഴുകി തിരിച്ചെത്തിയതുപോലെ തോന്നി. കാട്, ആനമേയുന്ന ഈന്തൽ പറപ്പുകൾ, കാട്ടാളുകളുടെ കൊമ്പുരിഞ്ഞ തീപാറുന്ന ശീലഗൃഹങ്ങൾ, വേട്ടക്കാരുടെ കൊലവിളികൾ, കാട്ടാളുകളുടെ കളത്തിയ കാട്. അവിടെയെങ്ങോ കാമത്തിൻ്റെ തീപുരുകൾ കെടാതെ കാത്ത് ഒരു കറുത്ത സുന്ദരി അലയുന്നുണ്ട്. അവിടെയെങ്ങോ വ്രണം പൊട്ടിയ ശിരസുമായി ഒരു ശത്രുവും അലയുന്നുണ്ട്. അത് രണ്ടുമുള്ളപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന രണ്ടാമത്തെ പീഠത്തിന് ഞാൻ അർഹനല്ല. ചെങ്കുത്തായ വഴിയിലൂടെ ഇടറാത്ത കാലുകൾ അമർത്തി വെച്ചിട്ട് വീണ് കിടക്കുന്ന ശ്യാമമേഘം പോലെ താഴ്ന്നു കാണുന്ന വനഭൂമിയിലെത്തുവാൻ വേണ്ടി ഭീമസേനൻ നടന്നു. അപ്പോൾ വഴി കാട്ടുവാൻ വേണ്ടി വെള്ളപ്പറവുകൾ മേഘൽ നിന്നിറങ്ങി വ്യൂഹം ചമച്ച് മുംബൈ താഴ്വരയിലേക്ക് നടന്നു. അവർ കഥകൾ പാടി നടന്നു. ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലും യാഗവേദികളിലും പഴയ ചരിത്രങ്ങളും സമീപകാല സംഭവങ്ങളും അവർ കഥകളായി പാടി. ചാതുർവണ്യത്തിൽ വൈശ്യർക്കുള്ള ഇടത്തിൽ നിന്ന് തൊട്ടാണ് അവർക്ക് സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നത്. സൂതന്മാർ, വശ്യവചസ്സുകളായ കഥകർ, അവർ ചെറിയ വിഭാഗമായിരുന്നിരിക്കണം. അവരെപ്പറ്റി ഒരു സമൂഹം എന്ന നിലക്ക് നടത്തുവാൻ വേണ്ടത്ര വിവരണങ്ങൾ പുരാണ ഇതിഹാസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വ്യക്തികളെന്ന നിലയ്ക്ക് പല പ്രശസ്ത സൂതന്മാരും അവിടെ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ടായെങ്കിലും ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ദാസ്യവൃത്തി ചെയ്യേണ്ട സൂതരിൽപ്പെട്ട ഒരുവന്റെ തേരാളിയാവുന്നതിലുള്ള അപ്രിയം ശല്യർ ദുര്യോധനോട് പ്രകീർത്തിക്കുന്നുണ്ട് കർണപർവ്വത്തിൽ. വൈശ്യർക്കും ശൂദ്രർക്കും ഇടയ്ക്കിടെയോ വൈശ്യർക്കൊപ്പമോ ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരിക്കണം സൂതൻ. പക്ഷെ കഥ പാടുവാൻ കഴിവുള്ള സൂതനെ ഉന്നതമായി മാനിച്ചിരുന്നു. പലപ്പോഴും സൂതന് ശകാരമാണ്. പക്ഷെ കഥ പറയുവാൻ തയ്യാറെടുക്കുന്ന സൂതന് പീഠം കിട്ടും, ആദരവ് കിട്ടും. അങ്ങനെയുള്ള ഒരു സൂതനെ കൊണ്ട് നൈഷാരണ്യത്തിൽ ശൗനകാരംഭിച്ച യജ്ഞത്തിന്റെ വിരസത തീർക്കുവാൻ പാടിച്ചേട്ട നിലയ്ക്കാണോ മഹാഭാരതത്തിന്റെ രൂപഘടന? കൃഷ്ണദ്വൈവായനന്റെ വാക്കുകൾ കൂടി വെമ്പനായപ്പൻ ആവർത്തിച്ച കഥ. അങ്ങനെ കൃഷ്ണദ്വൈവായനന്റെ വാക്കുകളിൽ വൈശമ്പായനൻ ആവർത്തിച്ച കഥ ഇവിടെ തീരുകയാണ്. കൃഷ്ണദ്വൈവായനെ നമുക്ക് വീണ്ടും വാഴ്ത്താം എന്ന് രണ്ടാം മൂഴം എന്ന ഐതിഹാസ കൃതിയുടെ രചയിതാവായ MT വാസുദേവൻ നായർ. ഇതോടുകൂടി ടോക്ക് സെൻസ് അവതരിപ്പിക്കുന്ന രണ്ടാം മൂഴം എന്ന ഓഡിയോ ബുക്ക് ഇവിടെ പൂർണ്ണമാകുന്നുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി.